ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 1ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. പ്രവർത്തനം 1, നിറം നൽകാം. ഈ കാണുന്ന ചിത്രങ്ങൾക്ക് അതിനനുയോജ്യമായ നിറങ്ങൾ നൽകാനാണ് പറഞ്ഞത്. കൂട്ടുകാർ ക്രയോൺ ഉപയോഗിച്ച് പുറത്തേക്കൊന്നും പോവാണ്ട് ഇതിന് നിറം നൽകണം. ചെമ്പരത്തിപ്പൂവിന് ചുവന്ന നിറവും ഇലകൾക്കൊക്കെ പച്ച നിറം, അത് നിങ്ങൾ മനസ്സിലാക്കി ഓരോന്നിനും യോജിച്ച നിറങ്ങൾ നൽകുക. പ്രവർത്തനം 2, വരികൾ പൂരിപ്പിക്കുക. പട 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 പട, പറവകൾ പാറി, തന 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 തന, തനു തിന താന, കലപില കലപില. ഇനി 3 വരികൾ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ എഴുതുക? കലപില കലപില. അത് എന്തിൻ്റെ ശബ്ദമാണ്? കിളികളൊക്കെ പാട്ട് പാടുന്നതിൻ്റെ ശബ്ദമാണ് അല്ലേ? കലപില കലപില. അടുത്ത വരി എന്താവും? പറവകൾ പാടി. അടുത്ത വരി തന 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 തന. അടുത്ത വരിയോ? തൂവലു താ. അങ്ങനെ ആ വരികൾ നമ്മളവിടെ കൂട്ടിച്ചേർത്ത് എഴുതണം. പ്രവർത്തനം 3, വരച്ചു ചേർക്കാം. പറവകൾ പാറി എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട് അമ്മുവിനെ തൂവൽ ആൽബം ഉണ്ടാക്കണം. അമ്മു ശേഖരിച്ച തൂവലുകൾ ഏതൊക്കെ പക്ഷികളുടേതാണെന്ന് വരച്ചു ചേർക്കാം. ഇവിടെ കുറച്ച് തൂവലുകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ അവിടെ എഴുതിയേക്കുന്നത് എന്താണ്? കാക്ക, പുള്ളിക്കുയിൽ, തത്ത, മയിൽ, പൊന്മാൻ, മഞ്ഞക്കിളി, ഇങ്ങനെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവ ആരുടെ തൂവലുകളാണെന്ന് നമ്മൾ വരച്ച് ചേർക്കണം. നമുക്ക് നോക്കിയാലോ? കറുത്ത തൂവല് കാക്കയുടെ, പുള്ളിത്തൂവല് പുള്ളിക്കുയിലിൻ്റെ, പച്ചത്തൂവല് തത്തയുടെ, മയിലിൻ്റെ തൂവല് ഏതാ? ഇത് തന്നെ. ഇനി പൊന്മാൻ്റെ തൂവല് ഏതാ? പൊന്മാൻ്റെ തൂവലിലേക്ക് വരയ്ക്കാം. കണ്ടോ? മഞ്ഞക്കിളിയുടെ തൂവല് മഞ്ഞ നിറത്തിലുള്ളത്. ഇങ്ങനെ തൂവലുകൾ കണ്ട് ഏത് പക്ഷിയുടെ ആണെന്നുള്ളത് വരച്ച് ചേർക്കുക. പ്രവർത്തനം 4, പറയാം ചേർത്തെഴുതാം. പൂവ്, ചുവന്ന പൂവ്. ഇനി നമ്മൾ അവിടെ പൂരിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഒരു റോസാപ്പൂവിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് എഴുതുക? ഇതൊരു പൂവാണ്, ഇതൊരു ചുവന്ന പൂവാണ്. ഇനി എന്തൊക്കെ നമുക്ക് എഴുതാം? നിറമുള്ള പൂവ്, മണമുള്ള പൂവ്, നല്ല പൂവ്, ഇലയുള്ള പൂവ്, റോസാപ്പൂവ് എന്നിങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അങ്ങനെ ആ വരികൾ നിങ്ങൾ പൂരിപ്പിക്കുക. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.